രാമായണത്തില് ഒരു കല്യാണമുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ കംപ്ലീറ്റ് കല്യാണമാണ്. പത്മിനി ഒരു കല്യാണം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്. പേരലൂർ പ്രീമിയർ ലീഗിന്റെയും തുടക്കവും അതിന്റെ ഒരു പ്ലോട്ടിലൊക്കെ കല്യാണമുണ്ട്. ഈ കല്യാണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര അധികം കഥകൾ സൃഷ്ടിക്കാൻ പറ്റുന്നത്? ആ ഒരു കല്യാണ യൂണിവേഴ്സിൽ നിന്ന് പുറത്ത് കിടക്കണം എഴുതി വെച്ചിട്ടുണ്ട്. അത് സംഭവിക്കുകയായിരിക്കും. എല്ലാത്തിനും ഒരു രാഷ്ട്രീയത്തിനോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് എന്തായാലും ഒരു രാഷ്ട്രീയം വേണം. അല്ലാതെ നമുക്കൊരു ലോകത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. അത് നമുക്ക് ഇല്ലാതെ രാഷ്ട്രീയം ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാനും പാടില്ല. ഞാൻ പറയുന്നത് അതിനെ അടിച്ചേൽപ്പിക്കുന്നതിനോടാണ് ഒരു വിയോജിപ്പുള്ളത്. ഈ അമ്പലനടയിലാണോ തിരക്കിന്റെ ഇടയിലാണോ ജെയിംസ് നിൽക്കുന്നത്? അത് കറക്റ്റ് ദീപുവിന്റെ എഴുതിയ ഡയലോഗാണ്. അത് ജോമോൻ ഡബില് ചെയ്തതാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള രാജേട്ടൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു മീറ്റർ അല്ല എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു ആക്ടർക്ക് ഏത് ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്യാമൻ സോമൻ എങ്ങനെയാണ്? ഇതേമാതിരി കണ്ടുപരിചയമുള്ള ആരെങ്കിലും ആണോ? ഇത്രയും പോസിറ്റിവിറ്റി വർക്ക്ഔട്ട് ആവുന്നത് എങ്ങനെയാണ് തോന്നിയത്? എനിക്ക് ബേസിക്കലി ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണെന്ന് കൂട്ടുകാരൊക്കെ പറയാറുണ്ട്. പ്രീസ്റ്റിലും പിന്നെ അജയന്റെ രണ്ടാം വർഷം. അപ്പൊ അതൊക്കെ എൻ്റർലി വേറെ തന്നെയാണ്. അങ്ങനത്തെ സിനിമകൾ എഴുതാനും ഇഷ്ടമാണ്. ബ്ലോഗുകളുടെ കഥകൾ ഒക്കെ കൂടെ ചേർത്തിട്ട് പുസ്തകമാക്കാൻ എന്നുള്ള ഇതിലാണ്. പിന്നെ ഒരു നോവൽ എഴുതണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അത് പറ്റുന്നില്ല. ഇപ്പൊ ഈ സൈക്കോ ബാലേന്ദ്രന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാനതിന് മുന്നേ നടന്നു പോകുമ്പോ കണ്ടതാ. ബൈക്ക് കീ വെച്ചിട്ട് ആരോ മറന്ന് റോഡ് സൈഡില കീ വെച്ച് മറന്നു പോയിട്ടുള്ള ഒരു ബൈക്കാ. അപ്പൊ പുറകെ നടന്നു വരുന്ന ഒരാള് ഈ കീ എടുത്തിട്ട് നല്ല ഓടയിലേക്ക് ഇടാം. അയാൾക്കത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു കഥയിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട്, ഒരു സ്ത്രീ കഥാപാത്രം കൊണ്ട് പ്ലേസ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് വെറുതെ നമ്മളൊരു സ്ത്രീപാതിഥ്യം എന്ന് പറഞ്ഞിട്ട് പ്ലേസ് ചെയ്യുന്നതിൽ കാര്യം ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവുക. ഡയറക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറാണ് ഏറ്റവും കൂടുതൽ ആ സിനിമയുടെ പ്രോസസ്സിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാള്. ടൈം ഉണ്ടല്ലോ, നമ്മൾ ഇടുന്ന എഫേർട്ട്, അതായത് ടൈം, എത്ര ടൈം നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ഡിവൈഡഡ് ബൈ ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഇടുന്ന സമയം ഭയങ്കര കൂടുതലാണ്. ഇനിയുള്ളതിൽ കുറച്ച് കോമഡി കുറവായിരിക്കും എന്നുള്ളതാണ്. കോമഡി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞെട്ടിക്കുക അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പേടിപ്പിക്കുക എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. മീഡിയ വണ്ണിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്ത ഒരു റൈറ്ററാണ് ദീപു പ്രദീപാണ്. സ്വാഗതം. ദീപുവിൻ്റെ സിനിമകൾ കാണുന്ന സമയത്തൊക്കെ തോന്നാറുള്ളത് കഥാപാത്രങ്ങളാണ് ആദ്യം വന്നിരിക്കുക എന്നാണ്. ഒരു പ്ലോട്ടിനേക്കാളും ഒരുപക്ഷെ കഥയുടെ ആദ്യം അന്ത്യമൊക്കെ വരുന്നേക്കാളും മുമ്പ് ഒരുപക്ഷെ ഈ കഥാപാത്രങ്ങളായിരിക്കും. ഒരുപക്ഷെ ബ്ലോഗിലും കൂടെ നമ്മൾ ക്യാരക്ടേഴ്സിനെയാണല്ലോ പരിചയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും ശരിക്കും ദീപുവിനിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളുടെയും കഥാപാത്രങ്ങളാണോ ഏറ്റവും ആദ്യം മനസ്സിൽ വന്നിട്ടുള്ളത്? അല്ല, രണ്ട് രീതിയിലും സംഭവിക്കാറുണ്ട്. ഒന്ന് കഥാപാത്രങ്ങൾ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ കഥകളായിരിക്കും വരിക. അങ്ങനെ രണ്ട് രീതിയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോ ചിലപ്പോൾ ഡയലോഗുകളിൽ നിന്ന്, അത് സിനിമ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഡയലോഗുകളിൽ നിന്ന് കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞു ഡയലോഗിൽ നിന്ന് മൊത്തം കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. വെൽഡൻ വാസു അങ്ങനെയാണോ? അങ്ങനെയല്ല, വെൽഡൻ വാസു ശരിക്കും നാട്ടില് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഉള്ളൊരു ആളാണ് ഇപ്പോഴും. ഇപ്പോ ഈ എല്ലാ ഇതിലും നമ്മൾ കുഞ്ഞിരാമായണത്തില് ഒരു കല്യാണമുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ കംപ്ലീറ്റ് കല്യാണമാണ്. പത്മിനി ഒരു കല്യാണം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്. പേരലൂർ പ്രീമിയർ ലീഗിന്റെയും തുടക്കവും അതിന്റെ ഒരു പ്ലോട്ടിലൊക്കെ കല്യാണമുണ്ട്. ഈ കല്യാണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര അധികം കഥകൾ സൃഷ്ടിക്കാൻ പറ്റുന്നത്? കല്യാണങ്ങളിൽ എന്താന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. കല്യാണങ്ങൾ ഒരുപാട് ഇവന്റ്സും ഒരുപാട് സന്ദർഭങ്ങളും കഥാസന്ദർഭങ്ങളും കിട്ടും, ക്യാരക്ടേഴ്സിനെയും കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി അതിങ്ങനെ വന്നത്. കുറെ ഇനിയിപ്പോ എന്തായാലും ബോധപൂർവം കല്യാണങ്ങള് ഇത് കൂടാതെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, അതിന്റെയും ഒരു കല്യാണം അല്ല, റീസെന്റ് കൊറോണ സമയത്ത് ചെയ്ത പേടി എന്നുള്ള ഷോർട്ട് ഫിലിം, അതിനും ഈ കല്യാണം എന്നൊരു എലിമെന്റ് ഉണ്ട്. കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയിലോടാണ് അത് തുടങ്ങുന്നത്. അപ്പോ അതാരും ഭാഗ്യത്തിന് പറയുന്നില്ല. അപ്പൊ ആ ഒരു കല്യാണ യൂണിവേഴ്സിൽ നിന്ന് പുറത്ത് കിടക്കണം എഴുതി വെച്ചിട്ടുണ്ട്. അത് സംഭവിക്കുകയായിരിക്കും അങ്ങനത്തെ വേറെ സിനിമകൾ. ഇപ്പോൾ നമ്മൾ ഈ ക്യാരക്ടേഴ്സിന് ഇപ്പോൾ എല്ലാ സിനിമകളിലുള്ളവർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. ഇപ്പോൾ കുഞ്ഞിരാമായണം എല്ലാത്തിലും ഉള്ളവര്, പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു കാരിക്കേച്ചർ സ്വഭാവമുണ്ട്. ഈവൻ പത്മിനിയിലാണെങ്കിൽ പോലും ഇപ്പൊ അതിനകത്ത് വിൻസി അലോഷ്യസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് ഭയങ്കര ഒരു കാരിക്കേച്ചർ സ്വഭാവമുണ്ട്. പക്ഷെ അവർ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പരിചയം ഉണ്ടാവുകയും ചെയ്യും. ഈ കാർട്ടൂണിഷ് കുറച്ച് വരുന്ന കഥാപാത്രങ്ങള്
ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് അത് ആളുകളെ ചിരിപ്പിക്കും അല്ലെങ്കിൽ അത് തിയേറ്ററിൽ വർക്കാവുന്നൊക്കെ ഏതൊരു പോയിന്റിലായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? ഒരു നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ആസ്വദിച്ച് കഴിഞ്ഞതിനൊക്കെ ശേഷം തോന്നും ലൈക്ക് അതിനകത്ത് റിസ്ക് എലമെന്റ് ഇല്ലേ അത് വർക്കാവാൻ എന്നുള്ളത്? അത് ഈ ബ്ലോഗ് ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ ബ്ലോഗിലൊക്കെ അങ്ങനത്തെ കുറച്ചൊരു ഓവർ ദി ടോപ്പ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അവിടെ എങ്ങനെ സൃഷ്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അവരെ ക്യാരക്ടറൈസേഷൻ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സെൻട്രിസിറ്റി അത് വർക്ക് ആവാറുണ്ട്. നമുക്കൊരു കഥ എഴുതുമ്പോൾ ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം കഥയെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയും അതിനകത്ത് രസം ഉണ്ടാക്കി. അപ്പൊ ആ ഒരു സ്വാധീനമായിരിക്കാം ചിലപ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരാനുള്ള ഒരു റീസൺ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സ്ക്രിപ്റ്റിലേക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം ഗുരുവായൂരമ്പല നടയിലാണ്. അപ്പം അതിനകത്ത് ഇപ്പൊ ബേസിൽ പൃഥ്വിരാജിന് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പൊ വിപിൻ ദാസ് അസോസിയേറ്റിനൊക്കെ മുൻപേ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ബേസിൽ പൃഥ്വി കോംബോ അത് വല്ലാത്തൊരു പുതുമ ആളുകളിൽ അല്ലെങ്കിൽ കാണാനൊരു കൗതുകം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ. അതാണോ ഈ കാസ്റ്റിങ്ങിലൊക്കെ വന്നിട്ടുണ്ടാവുക? ദീപ് എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു ഈ പടത്തിന്റെ കാസ്റ്റിങ്ങിലൊക്കെ? വാസ്തവത്തിൽ ഇതൊരു 2016 തൊട്ടിട്ട് ഞാനും വിപിൻ ചേട്ടനും ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ മുമ്പ് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുമിച്ച് സിനിമ ഈ കഥയിലേക്ക് 16 തൊട്ടിട്ട് ഞങ്ങളുണ്ട്. എന്നിട്ട് പിന്നീട് അത് നടക്കാതെ വരെയും നമുക്ക് കുറെ ആർട്ടിസ്റ്റിനെ സമീപിച്ചു നടക്കാതെ വരെ നിൽക്കുന്ന സമയത്ത് വിപിൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നീ ഒന്ന് നോക്കുക എന്നുള്ള രീതിയിൽ. എന്നിട്ട് വീണ്ടും E4 ഉണ്ടായിരുന്നു. E4 ഞാനും കൂടെ പല ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സമീപിക്കുകയും പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ വരികയും ചെയ്തു. അങ്ങനെ ഒരിടയ്ക്കാണ് രാജേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ജയ ഹേ ആ ഒരു സിനിമയുടെ വിജയം ഈ ഒരു പ്രൊജക്റ്റ് ഓണാവാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്കൊരിക്കലും ഇന്ന ആർട്ടിസ്റ്റ് വേണം എന്നുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും നമുക്ക് തീരുമാനിക്കാനോ ഒന്നും പറ്റില്ല. അത് നടക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കഥ മാറ്റേണ്ടി വരും, ക്യാരക്ടേഴ്സിന് മാറ്റേണ്ടി വരും, ചുറ്റുമുള്ളവരെ മാറ്റേണ്ടി വരും ഏജ് മാറുന്നതിനനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രോസസ്സിലൂടെയും ഇത് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പക്ഷേ ഇത് ഞാൻ കരുതുന്നു ഇത് ഏറ്റവും നല്ല കാസ്റ്റിങ്ങിലാണ്, ഏറ്റവും നല്ല രീതിക്ക് തന്നെയാണ് സിനിമ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്തുള്ള ഒരു നന്ദനം റെഫറൻസസ് ഉണ്ടല്ലോ. അപ്പം അതാണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ ഭയങ്കര വർക്കായ ഒരു മൊമെന്റ്സ്. അപ്പം അതറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിന്റെ ഈ അമ്പലനടയിലാണോ തിരക്കിന്റെ ഇടയിലാണോ ജെംസ് വിൽക്കുന്നത് എന്നുള്ളൊരു ലെവലാണ്. അത് കറക്റ്റ് ദീപുവിന്റെ എഴുതിയ ഡയലോഗാണ്. അത് ജോമോൻ ഡബില് ചെയ്തതാണ്. കാരണം ഞങ്ങള് ജോമോനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച ശേഷം വീണ്ടും വിളിച്ച് വീണ്ടും കുറെ ചെയ്യിപ്പിച്ച് ജോമോനെ കൊണ്ടായിരുന്നു. കാരണം ആ ക്യാരക്ടർ കുറച്ച് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സെൻട്രിസിറ്റി കൂടുതലുള്ള ആൾ എന്ത് ചെയ്യും എന്ത് അവനെ ജോമോൻ കയ്യിൽ നിന്ന് മറ്റേ ഇടുന്നതൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ആഡ് ചെയ്തൊരു ഡയലോഗാണ്. അത് സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു ഡയലോഗാണ്. അത് പക്ഷെ ഭയങ്കരമായിട്ട് വർക്കായി തിയേറ്ററിൽ. ഇപ്പോ ഈ പൃഥ്വിരാജ് വന്നതിന് ശേഷമാണോ ഈ സിനിമയിലെ നന്ദനം റെഫറൻസസ് സ്ക്രിപ്റ്റിൽ വരുന്നത്? അല്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഗുരുവായൂർ വെച്ചിട്ട് നമ്മളൊരു കഥ ആലോചിക്കുമ്പോൾ എന്തായാലും വരുന്ന ഒരു ഫസ്റ്റ് തോട്ട് എന്ന് പറയാവുന്ന പോലത്തെ ഒരു കാര്യമാണ് നന്ദനം എന്നുള്ളത്. പക്ഷെ ഇപ്പോ അതിനകത്ത് ബാക്കി വേറെ ലേയേഴ്സ് ഒക്കെ ഷൂട്ടിന്റെ ഇടയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗുരുവായൂർ അമ്പലനടയിൽ ഭയങ്കര ഒരു പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അതിനുവേണ്ടി വലിയൊരു സെറ്റ് ഇടുകയും അത് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഈ ഗുരുവായൂർ അമ്പലനടയിൽ തന്നെ വേണം ലൈക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് ആ ഒരു കല്യാണ സീക്വൻസ് ജസ്റ്റ് ഒരു ചോദിക്കുകയാണ്. ഇപ്പൊ കല്യാണ സീക്വൻസ് നിങ്ങൾ ചർച്ച നടത്തുമല്ലോ ഇതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ. അപ്പൊ സ്വയം ഗുരുവായൂർ അമ്പലനടയിൽ നമുക്ക് ഷൂട്ട് ഇത്രയും ദിവസം പറ്റില്ല എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അമ്പലം സെറ്റ് ചെയ്തിട്ട് അവിടെയും ഈ തിരക്കൊക്കെ കാണിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവില്ലേ? പക്ഷെ ഗുരുവായൂർ അമ്പലനടയിൽ തന്നെ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ആ രീതിക്ക് തന്നെ പോവാനുള്ള ഒരു റീസൺ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഒരു ടൈറ്റില് ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ളതായിരുന്നു ഈ സിനിമയുടെ ആദ്യം ആലോചിക്കുമ്പോൾ. അതെ. പിന്നെ അത് നമ്മൾ കഥ എല്ലാവരുടെ അടുത്തും നെറേറ്റ് ചെയ്യുമ്പോൾ ഞാനത് ഒരുപാട് പേരുടെ അടുത്ത് നെറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഉറക്കത്തിൽ നിന്ന് എന്നെ തട്ടി വിളിച്ചു കഴിഞ്ഞാൽ പോലെ ഞാൻ എഴുന്നേറ്റിട്ട് ഇത് പറയുന്ന രീതിയിൽ എനിക്ക് മറ്റേ ഒന്നും വേണ്ട, ഒന്നും നോക്കാതെ തന്നെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഗുരുവായൂർ തുടങ്ങി ഗുരുവായൂർ അവസാനിക്കുന്ന ഒരു കഥ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതലുള്ള തോട്ടുള്ള. അപ്പോ ഈ മറ്റേ ഗുരുവായൂരാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ പലരും ഗുരുവായൂർ കല്യാണം കൂടിയിട്ടുണ്ടാവും. അവർക്കൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ഫെമിലിയർ ആണ് അവിടുത്തെ കല്യാണങ്ങൾ. നമ്മൾ ഫോട്ടോസിലൂടെയും റീലുകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തകളിലൊക്കെ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു കല്യാണം നടക്കുമ്പോൾ കുറച്ചുകൂടെ
അത് അത് ഈ കഥയ്ക്ക് ഗുണം ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഗുരുവായൂർ വെച്ച് നടക്കുന്ന കല്യാണം എന്ന് പറയുമ്പോൾ കഥയ്ക്കും സിനിമയ്ക്കും ഗുണം ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ അത് ആ സ്ക്രിപ്റ്റിനെയും ഡയറക്ടറെയും വിശ്വസിച്ച് ചെയ്യാൻ ഒരു പ്രൊഡക്ഷൻ അത്രയും ചെയ്യാന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ മുന്നോട്ട് വന്നത് വളരെ വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതൊരു വലിയ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ അത്രയും 4 കോടിയോളം കോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അത്രയും ആളുകളെ ഫിൽ ചെയ്യാൻ പിന്നെ 20 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട്. ആ സിനിമയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ആ സിനിമയിൽ വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ക്ലൈമാക്സിലുണ്ട്. അപ്പൊ അത്രയും വലിയൊരു ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആദ്യം തൊട്ടേ നമ്മളുടെ കഥാപരമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പൊ അത് കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് ഈ കാണുന്ന ഒരു വിജയം ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പം ഈ സിനിമ എല്ലാവരും അസോസിയേറ്റ് ചെയ്യുന്നത് സമീപകാല ചിത്രങ്ങളായിട്ടല്ല. ഇപ്പൊ മുൻപത്തെ പ്രിയദർശൻ സിനിമകൾ അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ഇപ്പൊ ജഗദീഷിന്റെ ഒക്കെ മുൻ സിനിമകൾ അത്തരം ഒരു സ്പേസിലേക്കാണ് എല്ലാവരും അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ സിനിമയുടെ ഒരു തോട്ട് ആലോചിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു വളർന്നിരുന്ന കുറേ സിനിമകൾ, ഒരുപാട് ക്യാരക്ടേഴ്സ്, എല്ലാവരും കൂടെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, ഫൈനലി അതെങ്ങനെയൊക്കെയോ റിസോൾവ് ആയി വരുന്ന, അതിൻ്റെ ഇടയിൽ കുറെ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത്. സോ അത് ദീപു ചെറുപ്പത്തിൽ കണ്ടു വളർന്ന സിനിമകളുടെ ആണോ ലൈക്ക് അതിനോട് അത് എല്ലാവർക്കും ഉള്ള ഒരു മറ്റേ മലയാളികൾ പ്രത്യേകിച്ചും അങ്ങനത്തെ സിനിമകള് നമ്മളൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഇടക്കാലത്ത് അതൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ കാണാൻ ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്, റിപ്പീറ്റ് വാല്യൂ ഉള്ള അങ്ങനത്തെ ഒക്കെ സിനിമകൾ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ട് തുറച്ചേക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതിനെ സഹായിച്ചിട്ടുണ്ടാവും, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പം ബേസിലിന്റെ ക്യാരക്ടർ അദ്ദേഹം അത് ചെയ്യും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ട്രെയിലറും എല്ലാം കാണുന്ന സമയത്ത്, ചെറിയ എക്സ്പ്രഷൻ കാണുന്ന സമയത്ത് ബേസിലിന്റെ പാർട്ട് ലൈക്ക് അത് എക്സലന്റ് ആയിരിക്കും എന്നറിയാം. അപ്പൊ പൃഥ്വിരാജിന്റെ വരുന്ന സമയത്തായിരുന്നു ആളുകളൊക്കെ കുറെ ലൈക്ക് അത് ഇങ്ങനെയൊക്കെ വരുമോ, ഇത്രയും കോമഡി വർക്ക്ഔട്ട് ആവും ബേസിലിന്റെ ഒപ്പം. മറ്റെല്ലാതും ആടുജീവിതം പോലെ ഒരു ഗംഭീര സിനിമ അത്രയും ഇന്റൻസ് ഇമോഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷമാണല്ലോ ഈ സിനിമ വരുന്നത്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഇതൊരു നമ്മൾ സമീപിക്കുന്ന സമയത്ത് നിങ്ങൾ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണോ സമീപിച്ചത്, അതോ പ്രൊഡക്ഷൻ മൈൻഡിലായിരുന്നു? എങ്ങനെയായിരുന്നു പൃഥ്വിരാജിനെ സമീപിച്ചത്? പിന്നെ അദ്ദേഹത്തിന്റെ ഏത് മുൻ സിനിമകളായിരിക്കും ഈ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ, ആനന്ദേട്ടനാവാൻ പൃഥ്വിരാജ് ലൈക്ക് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരിക്കും തോന്നിയത്? ആക്ടിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സമീപിച്ചത്. അപ്പൊ ആനന്ദേട്ടന്റെ ക്യാരക്ടർ കുറച്ചുകൂടെ ഈ ഒരുപാട് ഫ്ലോസ് ഉള്ള ക്യാരക്ടറാണ്. അത് ദേഷ്യക്കാരനാണ്, എന്നാ അയാൾക്ക് അയാളുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഭാര്യയെ സംശയമുണ്ട്. പിന്നെ ഈ എല്ലാവരും അവരുടെ തീരുമാനങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സ്വന്തം തീരുമാനം മറ്റേ അവര് പറയാണ്, എല്ലാവരോടും പറയാണ്. പക്ഷെ എന്നാ തിരിച്ച് ജഗദീശേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിന് പക്ഷെ അവകാശം അധികാരാവകാശം ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്നേഹം വേണം, ബോധം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ആ ക്യാരക്ടർ മൊത്തത്തിൽ ആ വീട്ടിൽ ആർക്കും വലിയ മതിപ്പില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആനന്ദനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്താണ് ആ കോമഡി, ആ ക്യാരക്ടറിന്റെ കോമഡി നമ്മൾ ഈ ഒരു കോൺട്രാസ്റ്റിലാണ് നമ്മൾ ആ കോമഡി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ആള് സ്വയം കളിയാക്കുമ്പോഴുള്ള ചിരി, പിന്നെ അവരുടെ ഈ മറ്റേ ഈ ആളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, യഥാർത്ഥ ക്യാരക്ടർ ഓഡിയൻസിന് അറിയാം, എന്നാൽ ബേസിലിന് അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണുള്ളത്. അപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ള രാജേട്ടൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു മീറ്റർ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു നല്ല ഒരു ആക്ടറാണ് നമുക്കറിയാം. അപ്പൊ നല്ലൊരു ആക്ടർക്ക് ഏത് ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, കരുതുന്നത്. അപ്പൊ അത് അമർ അക്ബർ അന്തോണിയോ അല്ലെങ്കിൽ പണ്ട് സ്വപ്നക്കൂടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര പണ്ട് പോയ വെള്ളിത്തിര അങ്ങനത്തേലൊക്കെ ഒരു തമാശ ഇച്ചിരി മാസ്വഭാവമുള്ള ക്യാരക്ടർ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമീപകാലത്തൊന്നും അങ്ങനത്തെ വന്നിട്ടില്ല. അപ്പൊ നിങ്ങള് ആ സിനിമകളൊക്കെ കണ്ടിട്ടും കൂടിയാണോ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്? കാരണം ആളുടെ ഈ സിറ്റുവേഷൻസ് ആണ്, ആ കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻസ് ഭയങ്കര കോമഡി പറയുകയല്ലോ, ചെയ്യുകയല്ലോ. സിറ്റുവേഷൻസ് ആണ് ഈ ആനന്ദൻ എന്നുള്ള കഥാപാത്രം. അവിടെ നിന്നാണ് നമ്മൾ കോമഡി ഉണ്ടാക്കുന്നത്.
അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സിനിമയ്ക്ക് വന്നതിന് ശേഷം ട്രെയിലറിനുള്ള കമന്റ്സ് ഒക്കെ കുറെ കൂടെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയൊക്കെയായിരുന്നു. അതെ, കണ്ടപ്പോഴും നമുക്ക് അറിയാമായിരുന്നു ഇത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ആനന്ദേട്ടന്റെ ക്യാരക്ടറെ കുറിച്ചിട്ടായിരിക്കും നമുക്ക് അറിയാമായിരുന്നു. നമ്മൾ ഔട്ട് കണ്ടു, ഫൈനൽ ഔട്ട് കണ്ടിട്ട്. ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ഇതിനകത്തുള്ള ആനന്ദേട്ടൻ അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പേരിലൊരു പ്രീമിയർ ലീഗ് ആണ് ഒരു വെബ് സീരീസ്. ഇപ്പൊ മലയാളത്തില് കേരള ക്രൈം ഫയൽസും പിന്നെ മാസ്റ്റർ പീസിനൊക്കെ ശേഷം പക്ഷെ ഒരു പക്ക നമ്മള് സീരീസ് സ്വഭാവം ഉണ്ടല്ലോ, ഒരു വലിയ സ്ഥലം, കുറച്ച് ടൈമൊക്കെ നോക്കുമ്പോൾ കുറച്ച് സമയത്തെയാണ് ആ സ്റ്റോറിയെങ്കിലും കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും അവർക്കൊരു സ്റ്റോറി ലൈനും എല്ലാം ചേർത്തിട്ട് ഒരു പക്ക സീരീസ് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഫീൽ ചെയ്തത് പേരിലൂർ കണ്ടപ്പോഴാണ്. മറ്റേതിനൊക്കെ ഒരു ഷോർട്ട് എന്നുള്ളൊരു സംഭവത്തിന് എൻ്റെ ഫീൽ ഉണ്ടായിരുന്നു. ഈ പേരിലൂർ പ്രീമിയർ ലീഗിൽ ഭയങ്കര ആഗ്രഹമുള്ളത് ക്യാമൻ സോമനെ പറ്റിയിട്ട് ചോദിക്കാനാണ്. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും ആ ക്യാരക്ടർ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രം വന്നിട്ടുണ്ടാവില്ല അടുത്തൊന്ന് മലയാളത്തില്. അപ്പം അതാണെങ്കിൽ അശോകനെ പോലൊരു നടൻ അത്രയും ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു. നമുക്ക് ക്യാമൻ സോമനെ ഇനി മറ്റൊരാളെ സങ്കല്പിക്കാനൊന്നും കണ്ടവർക്ക് തോന്നുന്നില്ല. അപ്പോൾ ക്യാമൻ സോമൻ എങ്ങനെയാണ്, ഇതേമാതിരി കണ്ടുപരിചയമുള്ള ആരെങ്കിലും ആണോ, അതോ ഇത്രയും പോസിറ്റിവിറ്റി വർക്ക്ഔട്ട് ആവുന്നത് എങ്ങനെയാണ് തോന്നിയത്? എനിക്ക് ബേസിക്കലി ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണെന്ന് കൂട്ടുകാരൊക്കെ പറയാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയുടെ പുറകിൽ പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരനായിട്ട് നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും. പ്രൊജക്ട് ഓൺ ആവാൻ വേണ്ടി ആ ഒരു പോസിറ്റിവിറ്റി ഇല്ലാതെ നടക്കില്ല. അപ്പൊ മേ ബി അത് സ്വയം ആത്മതാംശം എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഉണ്ടാവായിരിക്കാം. പക്ഷെ അത്രയൊന്നും സോമൻ അത്ര പോലും നമുക്ക് മറ്റേ പരാജയങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എടുക്കുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ക്യാമൻ സോമൻ ആ ക്യാരക്ടർ എഴുതി കഴിഞ്ഞപ്പോഴേ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ആയിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ പോലാണെങ്കിലും ഷൂട്ട് ചെയ്ത് ആ അവസാനത്തെ തിരിഞ്ഞു നടത്തം ഉണ്ടല്ലോ, സീരീസ് എൻഡ് ചെയ്യുന്നതും ക്യാമൻ സോമനിലാണ്. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, ആ ക്യാരക്ടർ വളരെ കുറച്ചേ ഉള്ളൂ. അഞ്ചാമത്തെ എപ്പിസോഡിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് നമ്മുടെ ക്രൂവിലുള്ളവരെല്ലാം പറഞ്ഞ് ക്യാമൻ സോമനാണ് എന്റെയൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു. അത് അശോകൻ ചേട്ടൻ ഭയങ്കര രസത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഡയറക്ടർ പ്രവീൺ ചന്ദ്രന്റെ ഐഡിയ ആയിരുന്നു അശോകേട്ടനെ ആ ഒരു റോളിന് കാസ്റ്റ് ചെയ്യാന്നുള്ളത്. അത് പക്ഷെ അത് ഭയങ്കര രസത്തിൽ വരികയും ചെയ്തു. ഇപ്പം അതിനെ പറ്റിയിട്ട് ഒരുപാട് ഇപ്പൊ നമ്മളൊരു സിനിമ ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ സീരീസിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചില ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ് അത്തരം ഒരുപാട് റൈറ്റപ്സ് വരിക. ഇപ്പൊ നായകൻ, കേന്ദ്ര കഥാപാത്രം, അവരെ പറ്റിയൊക്കെ സ്വാഭാവിക റൈറ്റേഴ്സ് വരും. പക്ഷെ ചിലർ ഭയങ്കര പിക്ക് ചെയ്തിട്ട് എഴുതും. അങ്ങനെ പേരിലൂർ പ്രീമിയർ ലീഗിലെ ക്യാമൻ സോമനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയങ്കര ഒരു ഇഷ്ടത്തോടെ കണ്ടത്. അപ്പൊ ഈ ബ്ലോഗ് എഴുതുന്ന ആള് എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ സിനിമകളിലും അതിലത്തെ കഥാപാത്രങ്ങളെയൊക്കെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് എഴുത്തുകൾ വരുന്നത് എന്നുള്ളത് കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? നോക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ഈ ആ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് പ്രൊഫൈലുകൾ വരിക, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനത്തെ സ്റ്റിക്കേഴ്സും എല്ലാം വരും. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റിക്കർ ക്യാമൻ സോമന്റെയാണ്. അത് ആ മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയിട്ട് തോറ്റിട്ടും മുണ്ട് മടക്കി കുത്തി നടക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പേഴ്സണലി. അപ്പൊ അതൊക്കെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോ ഈ ഇത്തരം എന്താ പറയാ ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കഥകളിലൊക്കെ ഇങ്ങനെ കാരിക്കേച്ചർ സ്വഭാവമാണ്. പക്ഷെ അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റില് പിന്നെ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ പ്രീസ്റ്റിലാണ്. അതാണെങ്കിൽ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ട്രാക്കാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ദീപു പ്രദീപിനെ അസോസിയേറ്റ് ചെയ്യുക ഇത്തരം ക്യാരക്ടേഴ്സ് ഒക്കെ സൃഷ്ടിക്കുന്ന എഴുത്തുകാരൻ എന്നുള്ള നിലയിലാണോ? അപ്പം ആണല്ലോ. പക്ഷെ പ്രീസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തു അതെങ്ങനെ ദീപു പ്രദീപ്? പ്രീസ്റ്റിലും പിന്നെ അജയന്റെ രണ്ടാം വർഷം അപ്പൊ അതൊക്കെ എൻ്റർലി വേറെ തന്നെയാണ്. അങ്ങനത്തെ സിനിമകൾ എഴുതാനും ഇഷ്ടമാണ്. അങ്ങനത്തെ ഹൊറർ ആണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്റ്ററി ത്രില്ലർ. ഇപ്പൊ ഫേസ്ബുക്കിൽ ലാസ്റ്റ് എഴുതിയിട്ട പോസ്റ്റ് ഒരു സീരീസ് ഓഫ് വിക്ടർ എന്ന് പറഞ്ഞിട്ട് 5 കഥ എഴുതിയത്. അത് ഒരു മിസ്റ്ററി ത്രില്ലറാണ്. അതിനകത്ത് ടൈം ട്രാവലൊക്കെ വരുന്നത്. അപ്പൊ എല്ലാ ടൈപ്പും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിനൊരു സെപ്പറേറ്റ് വേറൊരു തരം കിക്ക് തരാൻ പറ്റും. അങ്ങനെ ഇപ്പോ റൈറ്റർ എന്നുള്ള നിലയിൽ തന്നെയാണ് അറിയപ്പെടാൻ ആഗ്രഹം എന്ന് മുൻപ് ഇന്റർവ്യൂസിൽ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പം ആ വഴിയിലൂടെ ഉള്ളൊരു യാത്ര എത്രത്തോളം നടത്തിയിട്ടുണ്ടോ? അപ്പൊ ബുക്സ് അങ്ങനെ ലൈക്ക് എഴുത്തുകാരൻ എന്നുള്ള അതിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മളെങ്ങനെ എഴുതണം, എങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ചുള്ള ബേസിക് ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വായിക്കും. സിനിമകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വായിക്കാനാണ് ഇഷ്ടം.
അപ്പോൾ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ, പിന്നെ ഈ ഒബ്സേർവ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെയും കഥയായിട്ട് മാറ്റാൻ ഇങ്ങനെ ശ്രമിക്കും. നമുക്ക് കഥയാക്കി മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് സിനിമയാക്കാനും ചിലപ്പോൾ പറ്റുമായിരിക്കും. അപ്പൊ കഥകളായിട്ട് ഇങ്ങനെ എല്ലാത്തിനെയും കഥകൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് അനലൈസ് ചെയ്യുക. എല്ലാ സന്ദർഭങ്ങളെയും എല്ലാ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു ഇവന്റ്സിനെയും പോലും അങ്ങനെയാണ് ചെയ്യാം. ഈ ബുക്സ് അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് പബ്ലിഷിംഗ് അതിന്റെ മേഖലയിലേക്കൊക്കെ അതാണ് ശരിക്കും സിനിമേനേക്കാൾ കൂടുതൽ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ 1-2 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ ഈ വർഷം സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബ്ലോഗുകളുടെ കഥകള് ഒക്കെ കൂടെ ചേർത്തിട്ടൊരു പുസ്തകമാക്കാൻ ഉള്ള ഇതിലാണ്. പിന്നെ ഒരു നോവൽ എഴുതണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അത് പറ്റുന്നില്ല. അതങ്ങനെ സമയമല്ല, അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി സമയം നീക്കി വെച്ചിട്ട് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എഴുത്ത്. പിന്നെ ഒന്നാമത് ഈ എഴുത്ത് എന്നുള്ള ഒരു ഭയങ്കര ലോൺലി പ്രോസസ്സാണ്. നമുക്ക് അതിനകത്തുള്ള ഒരു റിവാർഡ് കിട്ടുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പൊ ഈ സിനിമയാകുമ്പോൾ നമുക്കത് ഒരു ഡിസ്കഷൻ, ഒരു ടീം ഉണ്ടാവും, നമുക്ക് ആ ഡിസ്കഷൻ പ്രോസസ്സിൽ തന്നെ കുറെ എഴുത്ത് അല്ലെങ്കിൽ ഐഡിയാസ് ജനറേറ്റ് ആവും. പക്ഷെ ഒരു നോവലോ അല്ലെങ്കിൽ ഒരു പുസ്തകമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യും. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും കുറെ വർഷങ്ങൾക്ക് ശേഷം. പേപ്പർ തന്നിട്ടുണ്ട് റൂമിലടച്ചിട്ട് ഞാൻ എഴുതുന്നുള്ളതിന്. ഇപ്പം ഈ എഴുത്തുകാരോട് ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പൊ മലയാളത്തിൽ ഭയങ്കരമായിട്ട് ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം കാരണം എഴുത്തിൽ നിന്നാണല്ലോ ഒരു സിനിമയുടെ തുടക്കം വരുന്നത്. ഈ വിജയ ഫോർമുലകളാണെങ്കിലും എന്താണെങ്കിലൊക്കെ ഒരു സ്റ്റോറി ഏത് രീതിയിൽ സ്റ്റോറി ഉണ്ടായ ശേഷമായിരിക്കും അല്ലെങ്കിൽ സ്റ്റോറിയിലേക്കായിരിക്കും ഫോർമുലകൾ വരുന്നത്. അപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് തിയേറ്ററിൽ വർക്കായിട്ടുള്ള സിനിമകൾ ചെയ്തതൊക്കെ ഒരുവിധമെല്ലാം തിയേറ്ററിൽ വർക്കാവുകയും അഭിപ്രായങ്ങൾ നേടുന്നുള്ള ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡിന് കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫോർമുല ഉണ്ടോ ആക്ച്വലി സിനിമയിൽ? എല്ലാ കാലത്തും ഫോർമുലകൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് സിനിമകൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകനെ രസിപ്പിക്കുക എന്നുള്ള ഒറ്റ ഫോർമുലയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നമ്മള് അവര് കാണാത്ത പ്രമേയങ്ങൾ കൊണ്ടുവരും, കാണാത്ത രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത്. അതിനല്ലാതെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് കഥ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റാവും, ഇങ്ങനെ ഈ രീതിയിൽ ഒരു പാട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഹിറ്റാവും എന്നുള്ള അങ്ങനത്തെ ഒരു ഫോർമുല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് പറയുന്നതിന് ഭയങ്കര സത്യസന്ധമായിട്ട് ആളുകളെ രസിച്ചിരുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കാനോ പേടിപ്പിക്കാനോ അവർക്ക് കണ്ണു നനയിപ്പിക്കാനോ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ കഥ, ആ സ്റ്റോറി ടെല്ലിങ്ങിന്റെയാണ്. ചിലപ്പോൾ കഥ നന്നായിരിക്കും, അതിനെ പക്ഷെ നമ്മൾ നല്ല രീതിയിൽ സീൻസ് അടുക്കി വെച്ചത് പറഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോ പിന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് നന്നായിട്ട് എടുത്തൊരു സിനിമ നമ്മൾ എടുത്തു ഒരു മൈന്യൂട്ടായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെടുകയും വിജയിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഫോർമുല ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഈ രസിപ്പിക്കുക എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഒരു പേർപ്പസ് എന്റർടൈൻ ചെയ്യാണെന്നുള്ളത്. പക്ഷെ അതിന്റെ തുടർന്നുള്ളതിൽ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ശ്രദ്ധിക്കാറുണ്ടെന്നും ആരെയും അവഹേളിക്കുന്ന രീതിയിലോ ആരെങ്കിലും താഴ്ത്തി കെട്ടുന്ന രീതിയിലോ ഒന്നും കണ്ടന്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ടെന്നും പറഞ്ഞു. സോ അതൊരു രാഷ്ട്രീയം തന്നെയാണല്ലോ അത് മുന്നോട്ട് വയ്ക്കുന്നത് ആ രീതിയിൽ. അപ്പം എന്ത് രാഷ്ട്രീയം സിനിമ അത് മുഴുവൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് രാഷ്ട്രീയം പറയുന്നില്ല എന്നാണ് ദീപു ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ആ ചോദ്യത്തിന് അതിന്റെ തമ്മയിലായിരുന്നു മറ്റേ വന്നത്. യഥാർത്ഥത്തിലുള്ള ഞാൻ ഫുൾ ഇന്റർവ്യൂ അങ്ങനെ കണ്ടിരുന്നു. അല്ല, ഞാൻ പറയുന്നത് അന്ന് മറ്റേ ചോദിച്ചതിന്റെ ഇപ്പൊ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, നിലപാടുകളും എല്ലാവർക്കും ഉണ്ട്. അതല്ലാതെ ഇപ്പൊ നമുക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു രാഷ്ട്രീയമുണ്ട്, അതിനൊക്കെ രാഷ്ട്രീയമുണ്ട്. അപ്പൊ അത് നമ്മള് പറയുമ്പോ ഇന്റൻഷനലി ആണെങ്കിൽ പോലും നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതാണ്. മുദ്രാവാക്യം വിളിയാവുന്ന രീതിയിൽ അങ്ങനത്തെ നമ്മൾ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതിലാണ് കാര്യം. നമുക്ക് എല്ലാത്തിനും ഒരു രാഷ്ട്രീയത്തിനോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് എന്തായാലും ഒരു രാഷ്ട്രീയം വേണം. അല്ലാതെ നമുക്കൊരു ലോകത്തോടൊരു പ്രതിബദ്ധതയുണ്ട്, അത് നമുക്ക് ഇല്ലാതെ രാഷ്ട്രീയം ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനും പാടില്ല. ഞാൻ പറയുന്നത് അതിനെ അടിച്ചേൽപ്പിക്കുന്നതിനോടാണ് ഒരു വിയോജിപ്പുള്ളത്.
ഇപ്പം അതിലിപ്പം സിനിമയിലൂടെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഇപ്പം ഈ പറയുന്നത് പോലെ സട്ടിലായി പറയുന്നതാണെങ്കിലും വളരെ ഉറക്കെ പറയുന്നതാണെങ്കിലും അത് സമൂഹത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? എങ്ങനെയാണ്? ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാ ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പം പ്രൊപ്പഗാൻഡ സിനിമകൾ കൂടെ ഇപ്പൊ സംഘപരിവാർ ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ പ്രൊപ്പഗാൻഡ സിനിമകൾ അവർ ഒരുപാട് ഇറക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിന്റെ കാരണം ലൈക്ക് പ്രോബബ്ലി അത് സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ പുറത്തായിരിക്കുമല്ലോ പ്രൊപ്പഗാൻഡ സിനിമകൾ ഒരുപാട് വരിക. സോ അതിന്റെ കൂടെ ഒരു പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്, ലൈക്ക് സിനിമകൾ അങ്ങനെ സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തിനെ സ്വാധീനിക്കുന്നുണ്ടാവാം. ഇപ്പൊ അത് ഞാൻ പറയുന്ന സിനിമ മാത്രമല്ല, അപ്പൊ പുസ്തകങ്ങളാണെങ്കിലും ഇപ്പൊ നമ്മൾ ഈ ആർട്ടിക്കിളുകളാണെങ്കിൽ പോലും അങ്ങനെ സമൂഹത്തിനെ സ്വാധീനിക്കുന്ന തരത്തിൽ എല്ലാത്തിനും ഉണ്ട്. മീഡിയ ബുക്സിനേക്കാൾ കൂടുതലാണ്, കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പുസ്തകം നോക്കൂ, ചിലപ്പോൾ പുസ്തകം സിനിമയേക്കാൾ കൂടുതൽ എത്തിയ പുസ്തകങ്ങളുണ്ട്. അത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. പുസ്തകത്തിന് അങ്ങനെയാണ് ഒരുപാട് വർഷങ്ങളോളം അപ്പൊ ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്, ചെയ്യപ്പെടാതിരിക്കുന്ന ആളുകളുണ്ട്. അത് ഓഡിയൻസിനെയും അതിന് ഒരു പാർട്ടാണ് അതിന്റെ. ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളിലെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ചു പേരും അവരെ കണ്ടുമുട്ടിയ ഒരു സ്റ്റോറിയും പറയാൻ പറഞ്ഞ 2-3 പേരുടെ ക്യാരക്ടേഴ്സിന്റെ വളരെ പ്രിയപ്പെട്ട. ഇപ്പൊ നമ്മൾ അങ്ങനെ എക്സാക്ട്ലി അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല, എന്നാലും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയ ആളുകളുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സൈക്കോ ബാലേന്ദ്രനെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാനിങ്ങനെ മുന്നേ നടന്നു പോകുമ്പോ കണ്ടതാ, ബൈക്ക് കീ വെച്ചിട്ട് ആരോ മറന്ന് റോഡ് സൈഡിലാ കീ വെച്ച് മറന്നു പോയിട്ടുള്ള ഒരു ബൈക്കാ. അപ്പൊ പുറകെ നടന്നു വരുന്ന ഒരാള് ഈ കീ എടുത്തിട്ട് നല്ല ഓടയിലേക്ക് ഇടാ. അയാൾക്ക് അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച ആളുകൾ ഒരു ഉപദ്രവം. അപ്പൊ അയാള് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു അയാളുടെ തോട്ട് പ്രോസസ് എന്തായിരിക്കും, മറ്റേ അവൻ മറന്നു പോയതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം എന്നുള്ളതായിരിക്കുമല്ലോ ചിലപ്പോൾ അയാളുടെ തോട്ട് പ്രോസസ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലായിരിക്കും മേ ബി അതെന്നായിരിക്കും സൈക്കോ ബാലേന്ദ്രന്റെ ഒരു. അജു വർഗീസ് കുറെ ചർച്ച ചെയ്ത് വന്ന ചോയ്സ് ആണോ അതിന്? അതോ ചർച്ച ചെയ്തില്ല. അജുവേട്ടന് സീരീസിൽ അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അജുവേട്ടൻ ഈ കഥ പറ്റിയിട്ട് അറേഞ്ച് ചെയ്യണം, ഈ പറയുന്ന സൈക്കോ ബാലേന്ദ്രന്റെ ക്യാരക്ടർ. അപ്പൊ അജുവേട്ടനായിട്ട് തന്നെ അത് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ്. അതെ. അപ്പൊ അങ്ങനെയായിരുന്നു സൈക്കോ ബാലേന്ദ്രൻ എന്നുള്ളൊരു കഥാപാത്രം. പിന്നെ അങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാല് വെൽഡൻ വാസു ഈ പറഞ്ഞ പോലെ നാട്ടില് ഉള്ള ഒരു ആളാണ്. അപ്പൊ ആളുടെ ഒരു കസിൻ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ എളാപ്പ ഇങ്ങനെയാണ്, എന്നിട്ട് അവൻ ആ കഥകളൊക്കെ പറഞ്ഞത്. അങ്ങനെ ഈ വ്യക്തി പടം കണ്ടിരുന്നോ? അപ്പൊ മാമുക്കോയെ ചെയ്ത എന്തെങ്കിലും റെസ്പോൺസ് ഒക്കെ പിന്നീട് ഈ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞായിരുന്നു? പിന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ കണ്ടുമുട്ടിയപ്പോ അങ്ങനെ ഓരോരുത്തരും ചെറിയ എലമെന്റ് എടുക്കണം. നമുക്കത് മൊത്തമായിട്ട് ചിലപ്പോ അവരെ എലമെന്റ് എടുക്കണം. ചിലപ്പോൾ 2-3 പേരെയൊക്കെ നമ്മൾ ഒരുമിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കട്ടോ. ഇപ്പൊ ഒരാളെ നമ്മൾ കാണുന്നു, അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിച്ചുകൂടെ എന്നുള്ളൊരു തോട്ടിലും ഇങ്ങനെ സംഭവിച്ചുകൂടെ എന്നുള്ള തോട്ടിൽ ചിലപ്പോൾ ഒരു ക്യാരക്ടറോ ഒരു സന്ദർഭവും ഉണ്ടാവാം. പിന്നെ റൈറ്റേഴ്സിനോട് ചോദിക്കുന്നത്, ഇപ്പൊ സിനിമയില് എന്താ പറയുക, മലയാള സിനിമയിലെ ഹിറ്റുകളിലൊന്നും സ്ത്രീകളില്ലാത്തതിൻ്റെയും അവരുടെ ഇപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിലും നിഖില വിമലിൻ്റെയും അനശ്വരാജൻ്റെയും കഥാപാത്രങ്ങൾക്ക് നിഖില തന്നെ നമ്മളോട് ഇന്റർവ്യൂവിൽ പറഞ്ഞത് അവർ ഇമ്പോർട്ടൻ്റ് ആണ്, അവരില്ലെങ്കിൽ ഈ സ്റ്റോറി ലൈൻ ഇങ്ങനെ പോവില്ല. പക്ഷെ അവരല്ല അതിൻ്റെ ഒരു സോൾ, അതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ഇതിനകത്ത് അവരില്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ പത്മിനിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ പോകുന്നുണ്ട്. രമേശനാണ് മെയിനെങ്കിലും ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളും അവർക്കാണ് കുറെ കൂടെ ആ ക്യാരക്ടർ ആർക്കും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവമൊക്കെ ഉള്ള ആളുകളുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്തെ മലയാള സിനിമയില് അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങള് ശരിക്കും അതങ്ങനെ ഒരു ഇല്ലായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിനെ പറ്റി മറ്റൊരു റൈറ്റിംഗ് എന്ന് പറയുന്നത് പണ്ടത്തെ കൈൻഡ് ഓഫ് ആൽഫാമെയിൽ പുരുഷ കഥാപാത്രങ്ങളല്ല ഇപ്പൊ ഉള്ളത്. കുറെ കൂടെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഇമോഷൻസ്, ഡിഫറെന്റ് ഇമോഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഭയങ്കര മറ്റേ രക്ഷകൻ ഇമേജ് ഉള്ള പുരുഷന്മാരൊന്നും അല്ല, ഫ്രജൈൽ ആയിട്ടുള്ള ആളുകളും കണ്ടുപരിചയുള്ള ആണുങ്ങളൊക്കെയാണ് വരുന്നതെന്നുണ്ട്. അപ്പം ലൈക് സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാത്തതിനെ മാത്രം ഫോക്കസ് ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ചർച്ച. നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ വേണ്ട എന്ന് വെക്കാറില്ല.
ഒരു കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിലാണ് ചിന്തിക്കുക. അപ്പൊ കഥ എങ്ങനെയാണ് ആ കഥ ഓർഗാനിക് ആയിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ തന്നെ ഒരു ലേഡി ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ജേർണി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്തായാലും കുറവായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന കഥകളും ഉണ്ട്. അപ്പോൾ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓർഗാനിക് പ്രോസസ് ആയിരിക്കും അവരുടെ ഒരു പ്രസൻസ് ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ അങ്ങനെ കുറഞ്ഞ പോലെ ഇപ്പൊ പ്രേമലൂലൊക്കെ അത്യാവശ്യം പ്രേമലുമാണ് അതിനകത്ത് ഒരു വ്യത്യാസമുള്ളത്. ഇപ്പൊ ബ്രഹ്മയുഗവും ആവേശവും മഞ്ഞുമൽ ബോയ്സും ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഒക്കെ വെച്ചിട്ടാണ് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ത്രീ കഥാപാത്രങ്ങളില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു കഥയ്ക്കനുസരിച്ചിട്ടുള്ളതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ കഥയും ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കുമല്ലോ ആ കഥാപാത്രങ്ങൾ അവർ പ്ലേസ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു കഥയിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ഒരു സ്ത്രീ കഥാപാത്രം കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വെറുതെ നമ്മളൊരു സ്ത്രീ പാതിഥ്യം എന്ന് പറഞ്ഞിട്ട് പ്ലേസ് ചെയ്യുന്നതിൽ കാര്യം ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവുക. ഇപ്പൊ മിഥുൻ മാനുവൽ തോമസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൈറ്റേഴ്സിന് കുറെ കൂടി ഇമ്പോർട്ടൻസ് എല്ലാ ഇൻഡസ്ട്രിയിലും കൊടുക്കണം. ഇപ്പം ഹോളിവുഡിലൊക്കെ റൈറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണല്ലോ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് രൂപത്തിൽ വന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിഫലവും ലഭിക്കുന്നില്ല എന്ന വർക്കിംഗ് ടൈമും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നതൊക്കെ. മറ്റൊരു റൈറ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ ഒരുപക്ഷെ 1 വർഷം 1.5 വർഷം എടുക്കും. ആ കാലഘട്ടത്തിലൊന്നും സിനിമയിലെ ബാക്കി എല്ലാവർക്കും അവർ ഏത് സ്റ്റേജിലാണെങ്കിലും ഇപ്പൊ സംവിധായകന് സംവിധാനം ചെയ്യുമ്പം ഉള്ള ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും, ആക്ടേഴ്സിന് ആക്ട് ചെയ്യുമ്പോൾ എമൗണ്ട് ഉണ്ടായിരിക്കും. ഈവൺ അത് ട്രെയിനിങ് ചെയ്യുന്ന പീരീഡിലും അവർക്ക് അതിന് വേണ്ട പ്രതിഫലം അല്ലെങ്കിൽ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഈ ഫസ്റ്റ് സ്റ്റോറി ഐഡിയ വരുന്ന റൈറ്റർക്ക് അതൊന്ന് പൂർത്തിയായ ഒരു പ്രൊജക്റ്റ് ഓൺ ആവുന്നത് വരെ ആളുടെ ഒരു ഉള്ള റിസോഴ്സസ് വെച്ച് വർക്ക് ചെയ്യേണ്ടി വരും. സോ ഈ റൈറ്റേഴ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസിൽ ഇപ്പൊ ചേഞ്ച് വരുന്നുണ്ടോ അതോ കുറെ കൂടെ വരേണ്ടതില്ലേ? പൊതുവെ മലയാള സിനിമയിൽ റൈറ്റേഴ്സിനെ പണ്ട് തൊട്ടേ വാല്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം ഇവിടെ സാഹിത്യവും സിനിമയും ഭയങ്കരമായിട്ട് ബന്ധമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള റൈറ്റേഴ്സ് എപ്പോഴും ഉണ്ട്. പിന്നെ ആളുകൾക്ക് കുറെ കൂടെ നോൺ ആണ് തോന്നുന്നു പണ്ടത്തെ കാലം തൊട്ട്. ഇയാളാണ് ഒരു റൈറ്ററുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി ചെറുപ്പത്തിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെയും ഉണ്ടെന്നാണ് ഇവിടെ മലയാള ഇൻഡസ്ട്രി നല്ല രീതിയിൽ. അതുകൊണ്ട് ഇവിടെ നല്ല കഥകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു സിനിമയുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്ററാണ് ഏറ്റവും കൂടുതൽ ആ സിനിമയുടെ പ്രോസസ്സിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാൾ. ടൈം ഉണ്ടല്ലോ, നമ്മൾ ഇടുന്ന എഫേർട്ട്, അതായത് ടൈം, എത്ര ടൈം നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ഡിവൈഡഡ് ബൈ ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഇടുന്ന സമയം ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിനുള്ള ഇത് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ റൈറ്റർ ഇടുന്ന അല്ലെങ്കിൽ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് കാണില്ല. ഇതിന് ഇപ്പൊ നമ്മൾ ഈ ഫൈനൽ സ്ക്രിപ്റ്റേ കാണുള്ളൂ. അതിനു മുന്നേ എത്ര ഡ്രാഫ്റ്റുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ചേഞ്ചും ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എവിടെയും കാണില്ല. ഒരു അത് നമുക്കിപ്പോ ഷൂട്ട് ചെയ്ത് കാണിച്ചാലും ഒരു BTS എന്ന് പറഞ്ഞ പോലെ കാണിക്കാനും പറ്റില്ലല്ലോ. അത് ഭയങ്കര ഒരു വലിയൊരു പ്രോസസ്സാണ്. അപ്പൊ അതിന്റെ ഒരു ഇത് മാറുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നല്ല കഥകൾ തന്നെയാണല്ലോ എപ്പോഴും നല്ല സിനിമകൾക്ക് ഒരു കാരണമാവുന്നത്. ദീപു ഒരു സിനിമ ആലോചിക്കുന്ന സമയത്ത് സിനിമയുടെ ബാക്കി ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പൊ ക്യാമറ, സോങ് വരുന്നത്, സൗണ്ട് എത്രത്തോളം മികച്ച സൗണ്ട് ഡിസൈൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വിഷ്വൽ ക്വാളിറ്റി, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ സ്റ്റോറി വന്നു അതൊക്കെയാണ്. ബട്ട് സ്ക്രിപ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് സിനിമയുടെ ബാക്കി ടെക്നിക്കാലിറ്റീസിനെ പറ്റിയൊക്കെ എത്രയോളം അറിയാം, പിന്നെ അതൊക്കെ എത്രത്തോളം ആലോചിക്കാറുണ്ട്? അങ്ങനത്തെ ടെക്നിക്കൽ സൈഡിലൊക്കെ അത്ര അറിവില്ല. പക്ഷെ എന്നാൽ പോലും ഒരു കഥ നമുക്കൊരു സോങ് എവിടെ വേണം എന്നുള്ളത് നമുക്ക്, കാരണം സോങ് 2 രീതിയിൽ നമുക്കൊരു ഗുണമാണ് ദോഷമാണ്. ഒരു വലിയൊരു കഥ നമുക്കൊരു ഒരു സോങ്ങിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. അപ്പൊ നമ്മൾ സോങ്ങിനെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അങ്ങനെ യൂസ് ചെയ്യും നമ്മൾ. അപ്പൊ സോങ്ങിന്റെ ഒരു പ്ലേസ്മെന്റ്, പിന്നെ ഒരു എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു സോങ്ങിന്റെ പ്ലേസ്മെന്റ് അതൊക്കെ പ്ലേസ് ചെയ്യാറുണ്ട്. പിന്നെ അതൊരു ഡിസ്കഷനാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ആരും എനിക്ക് തോന്നില്ല അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ച് അതൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരെ നമ്മൾ സ്ക്രിപ്റ്റിന്റെ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ പ്രോസസ്സിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സംവിധായകന് ചേഞ്ച് വരുമ്പോൾ നമ്മളത് അതിനനുസരിച്ച് മാറ്റം വരാം. ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ ചേഞ്ചസും ഒക്കെ വരുത്താം.
അപ്പൊ അതൊരു സ്ക്രിപ്റ്റ് റൈറ്ററും ഈ സിനിമകളുടെ ഒക്കെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ ടെക്നിക്കൽ സൈഡൊക്കെയും ക്യാമറമാൻ ആണ് അതിന്റെ ഒരു എങ്ങനെ ആ സീൻ ഷൂട്ട് ചെയ്യണം എന്നുള്ളതോ ഒക്കെ ഡയറക്ടർ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ അവിടെ പക്ഷെ നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. വിഷൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടി ഇപ്പൊ ഇതിനകത്തുള്ളത് ഇപ്പൊ K4 കല്യാണം എന്നുള്ള പാട്ടാണെങ്കിലും ഇപ്പൊ കൃഷ്ണ എന്നുള്ള സോങ് ആണെങ്കിലും, അപ്പൊ ആ 2 സോങ്ങിന്റെ ഇപ്പൊ നമ്മൾ കുറെ നാളിന് ശേഷമാണ് മറ്റേ ഡാൻസും പാട്ടൊക്കെ ചെയ്യുന്ന ഒരു പാട്ട് മലയാളത്തിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിലും ദീപുവിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം അതൊക്കെ സംവിധായകന്റെ തന്നെ അവിടെ പ്ലേസ് ചെയ്യാം? അതെ, അതൊക്കെ വിപിൻ ചേട്ടൻ അങ്ങനെ ആ സിനിമ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ ക്ലൈമാക്സ് സോങ് വെച്ച് ആ സീനെ പിക്ചറൈസ് ചെയ്യാം എന്നുള്ളതൊക്കെ ചേട്ടൻ തന്നെ ഐഡിയ ആണ്. ഇപ്പൊ മറ്റേ കുഞ്ഞിരാമായണത്തിലെ സൽസ സോങ്ങിന്റെ കാര്യത്തിലോ അതിന്റെ ക്രിയേഷൻ എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി നമുക്ക് അവിടെ ഒരുപാട് കഥകൾ പറയണം. ഇപ്പൊ ഒരു മൊണ്ടാഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂസിക്കൽ മൊണ്ടാഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സോങ് വേണം എന്നുള്ളത് നമ്മൾ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ കഥകളുണ്ട്. പക്ഷെ അപ്പൊ ഈ സിറ്റുവേഷൻസ് ഉണ്ടാക്കും, അതനുസരിച്ചിട്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കും. പിന്നെ അതിലേക്ക് നല്ലൊരു ലിറിക്സ് കൂടെ വരുവാണ്. മ്യൂസിക്കും ലിറിക്സും കൂടെ വന്നപ്പോ ഞങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു ഏരിയ ആ ഒരു സൽസ സോങ് ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര വരികളായിരുന്നു, അപ്പൊ അത് ആ സിനിമയ്ക്കും ആ കഥേനെയും അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ആ സോങ്. അതാണ് ബേസിക്കലി നമ്മുടെ സ്ക്രിപ്റ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാനാണ്, കഥ പറച്ചിൽ കുറച്ചുകൂടി ഈസി ആക്കാനാണ് നമ്മൾ ഈ സോങ്ങുകൾ പ്ലേസ് ചെയ്യുക. ഇനി മനസ്സിൽ ഇപ്പൊ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു, ബ്ലോഗിൽ നിന്ന് ഇപ്പൊ ഒരു ബുക്കൊക്കെ ആയിട്ട് വരും എന്നുള്ളത്, അതിന്റെ ടൈറ്റിലോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ പിന്നെ വരാനുള്ള ഇപ്പൊ ഇനി സിനിമ അജയന്റെ 2ാം മോഷണത്തില് അഡീഷണൽ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് ഒരു 3 കാലഘട്ടവും 3D ഒക്കെ വരുന്നതാണ്. 3D ചിത്രമാണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു കാണാൻ ഒരു പ്രത്യേകത ഉണ്ട് ആ സിനിമയ്ക്ക്. കഥയായിട്ട് നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു സിനിമയും കഥയാണ്. 3D കൂടെ ആകുമ്പോൾ വിഷ്വലി കുറെ സ്കോപ്പ് ഉണ്ട് ആ സിനിമയ്ക്ക്. നന്നായിരിക്കും. മറ്റു പ്രോജക്റ്റുകളോ ഇനി വരാനിരിക്കുന്നത് ഇന്നും ഇപ്പൊ നമ്മളിപ്പോ പറയാൻ പറ്റുന്ന, പുറത്തു പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആ ചർച്ച എഴുത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രൊജക്ട് എന്നുള്ള രീതിയിലല്ല അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴേക്കും സമയം ഒരുപാട് പോകും എന്നുള്ള അങ്ങനെ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ആയിട്ട് തന്നെ മൾട്ടിപ്പിൾ കഥകൾ ആയിട്ട് തന്നെ നടക്കുക. അപ്പൊ അത് എപ്പോ സംഭവിക്കുന്നൊന്നും നമുക്കൊന്നും അറിയില്ല എന്തായാലും. അപ്പൊ എന്തായാലും പക്ഷെ കുറച്ച് ഇനിയുള്ളതിൽ കുറച്ച് കോമഡി കുറവായിരിക്കും എന്നുള്ളതാണ്. കോമഡി ഉണ്ടാവില്ല എന്നുള്ളതാണ് കുറച്ച് സീരിയസ് സൃഷ്ടിക്കുന്ന കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു കഥകൾ കുറച്ച് എഴുതണമെന്നുണ്ട്. അപ്പൊ അത് കുറച്ചായിട്ട് തന്നെ അങ്ങനത്തെ കഥകൾ എഴുതുന്നുണ്ട്. ഞെട്ടിക്കാൻ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പേടിപ്പിക്കാന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോ ഇത്രയും സമയം സംസാരിച്ചത് തന്നെ ഇപ്പൊ പേടിപ്പിക്കുന്ന കഥാപാത്രങ്ങളെയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇത്തരം വേഷങ്ങളും സിനിമകളൊക്കെ നമുക്ക് കാണാൻ കഴിയട്ടെ. അതിന്റെ ഒപ്പം ദീപു പ്രദീപ് സ്റ്റൈൽ ഓഫ് ക്യാരക്ടേഴ്സും കൂടെ നമുക്ക് ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടിയ സന്തോഷമായിരിക്കും. താങ്ക് യു.